ആ ഒരു ടെലഗ്രാം ചാനലിൽ നമുക്ക് ഈ ബ്ലൂ ക്യാൻഡിൽസിൻ്റെയും അല്ലെങ്കിൽ എൻട്രി ക്യാൻഡിൽസിൻ്റെ ഇൻഫർമേഷൻസ് വരും. BTC അതുപോലെ തന്നെ ഗോൾഡ്, ഫോറക്സ്, ഇത് മൂന്നിലേക്ക് കൂടി നമ്മൾ ഇറങ്ങുവാണ്. അത് സംഭവം തിരിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ട്രേഡ് കഴിഞ്ഞു. എവിടെ കൊണ്ട് കഴിഞ്ഞു? ഈ റേഞ്ചിൽ നമ്മൾ നിർത്തി. ഇനി ഇവിടെ നിന്ന് പ്രൈസ് മുകളിലോട്ട് പൊക്കോട്ടെ, കുഴപ്പമില്ല. ഇതെന്താണ്? പുൾ ബാക്ക് ആണ്. ഇത് പുൾ ബാക്ക് പോയി കഴിയുമ്പോൾ വീണ്ടും ഇവിടെ വരുകൊണ്ടിരിക്കുക. സോ ഉറപ്പായിട്ടും ആ ഒരു കോറിലേഷൻ്റെ റിസൾട്ട് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റും. നമ്മളിങ്ങനെ വീഡിയോ ചെയ്ത സമയത്ത് പ്രൈസ് ഇവിടെ നിൽക്കുകയായിരുന്നു. ഈ റേഞ്ചിലെ പ്രൈസ് നിന്ന് നേരെ കയറി ചെന്ന് MTL നിന്ന് വീണ്ടും റിജക്ഷൻ എടുക്കും. 24,800 P ആണ് എടുക്കുന്നത്. അപ്പം ആ ഒരു പീക്ക് മേ ബി 0.3. നമുക്ക് അതാണ്, ആ റിജക്ഷനാണ് സ്റ്റാർ ലൈനായിട്ട് നമുക്ക് വീണ്ടും കിട്ടുന്നത്. എവിടം വരെ പോകും? ഈ ഏരിയ വരെ പോകും. വീണ്ടും ഇത് താഴേക്ക് തന്നെയാണ് പോരുന്നത്. ഇപ്പോൾ 3 മിനിറ്റ് ഇവിടെ പോസിറ്റീവായെന്ന് പറഞ്ഞ് നിങ്ങൾ ട്രെൻഡ് ചേഞ്ച് ചെയ്യാനൊന്നും പറഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ ടൂള് നിങ്ങൾക്ക് കിട്ടിയ ഉടനെ നിങ്ങൾ യെല്ലോ ക്യാൻഡിലും ബ്ലൂ ക്യാൻഡിലും എല്ലാ എൻട്രി മോഡും എല്ലാം മൊത്തത്തിൽ ഓൺ ചെയ്തിട്ട് ഒരിക്കലും യൂസ് ചെയ്യരുത്. ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഒന്ന് 15 മിനിറ്റ് ആണ് കിടക്കുന്നത്, ഇത് 1 മിനിറ്റിൻ്റെ ചാർട്ടാണ്. ഓക്കെ, ഇപ്പോൾ ടൂള് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പം നോർമലി എന്താണ്, ഒന്ന് റീസെറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ടൂള് കിട്ടിക്കഴിയുമ്പം ഓൺ ആക്കേണ്ട കാര്യം ബേസ് സ്ട്രക്ചർ, സ്റ്റാർ ലൈൻ, സപ്പോർട്ട് വേവ്, സ്റ്റോപ്പ് ലോസ് ഓർഡർ. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കിയാൽ ഇത് കണ്ടോ, ഷോ മൾട്ടി സ്റ്റാർ ലൈൻ ഏരിയ ഉണ്ട്. അത് എന്താണ്? ഹയർ ടൈം ഫ്രെയിമിൻ്റെ സ്റ്റാർ ലൈൻസ് ആണ്. പിന്നെ ഇൻസൈഡ് ക്യാൻഡിൽ ബാർ. അത് കഴിഞ്ഞാൽ നമ്മളുടെ MTL സോൺസിനെ, അതായത് ഹയർ ടൈം ഫ്രെയിമിൻ്റെയോ ലോവർ ടൈം ഫ്രെയിമിൻ്റെയോ MTL സോൺസിനെ നമ്മൾ ട്രേഡിംഗ് ടൈം ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് കണ്ടോ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് എവിടെയാണ്? MTL ആണ്, 15 മിനിറ്റ് അനുസരിച്ച്. സോ നമ്മൾ ഓഫ് കോഴ്സ് അത് നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ പിന്നെ എന്താണ്, ചെറിയ ടൈം ഫ്രെയിമിൽ പോയി നെഗറ്റീവ് സൈഡിലേക്കുള്ള ട്രേഡ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ, അതായത് ഇവിടെ നിന്ന് നമ്മൾ 1 മിനിറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ MTL തന്നെ 1 മിനിറ്റിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത് കണ്ട് ഈ സോൺ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് 15 മിനിറ്റ് ആണ് കിടക്കുന്നത്, നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമിൻ്റെ MTL സോൺ വേണമെങ്കിലും അവിടെ കൊണ്ടുവരാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയപ്പോൾ കണ്ടോ MTL സോൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 മിനിറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം എവിടെയാണ്, അതായത് MTL സോൺ എവിടെയാണെന്ന് നമുക്കറിയാൻ പറ്റും. സോ അത് നമുക്കൊരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും, അല്ലേ? ഇപ്പോൾ ഈ ഒരു സോൺ നമുക്ക് 1 മിനിറ്റിൽ നമ്മൾ രാവിലെ ഇടുവായിരുന്നെങ്കിൽ ഇത് ഇവിടെ കണ്ടേനെ. അപ്പോൾ നമ്മൾ ബൈ സൈഡിലേക്ക് തിങ്ക് ചെയ്യുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ആ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അതായത് IHSD സോൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടൂള് നിങ്ങൾക്ക് കിട്ടിയ ഉടനെ നിങ്ങൾ യെല്ലോ ക്യാൻഡിലും ബ്ലൂ ക്യാൻഡിലും എല്ലാ എൻട്രി മോഡും എല്ലാം മൊത്തത്തിൽ ഓൺ ചെയ്തിട്ട് ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇത് ആക്ച്വലി നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇതിനെക്കുറിച്ച്, എന്നിട്ട് വേണം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യാൻ വേണ്ടി. അതായത് യെല്ലോ ക്യാൻഡിൽ വരുന്നതിൻ്റെ പുറകിലെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ, അല്ലെങ്കിൽ ബ്ലൂ ക്യാൻഡിൽ വരുന്നതിൻ്റെ പുറകിലെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതൊക്കെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മളുടെ ഇ ബുക്കിനകത്ത് ഓരോ സെക്ഷൻ വൈസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈവൻ നിങ്ങളിപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണിൽ പോയി അതിൻ്റെ റീസൺ എന്താണെന്നും അതിൻ്റെ യൂസ് എന്താണെന്നും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇ ബുക്കിൽ. സോ അതൊന്നും മനസ്സിലാക്കാതെ ഇതെല്ലാം ഓൺ ആക്കിയിട്ടിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. ഓക്കെ, ഇപ്പം ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് നല്ലൊരു കൺസെപ്റ്റാണ്, യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇപ്പോൾ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ SMC ട്രേഡേഴ്സിന് ഈ ഒരു MS-ഉം BS ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ചോച്ച് ആൻഡ് ബോസ് എന്നൊക്കെയുള്ള കൺസെപ്റ്റ് അല്ലേ. അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് നമുക്ക് യൂസ് ചെയ്യാം. എന്തിന്? ടു ഐഡൻറ്റിഫൈ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഓക്കെ, ഇത് കണ്ടോ, നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്, അല്ലേ? ഇനി അതിൻ്റെ റീസൺ, അതായത് ഏതൊക്കെ ക്യാൻഡിലിൻ്റെ ലോ അല്ലെങ്കിൽ ഹൈ ബ്രേക്ക് ആകുമ്പോഴാണ് അതൊക്കെ വന്നിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇതിനകത്ത് വേറെ ഓപ്ഷൻ കൂടി ഉണ്ട്. ഓക്കെ, ഇതുണ്ട് MS ആൻഡ് BS നോക്കിക്കഴിഞ്ഞാൽ ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡൊക്കെ എന്തിൻ്റെ ബേസിലാണ് വന്നിരിക്കുന്നത് നമുക്കറിയാൻ പറ്റും. ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ കാര്യമൊന്നും ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ നമ്മൾ നോർമലി നമുക്ക് മനസ്സിലായി 15 മിനിറ്റിൻ്റെ MTL റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഓപ്പൺ ആകുന്നതെന്നുള്ള കാര്യം. ഓക്കെ,
സോ നമുക്ക് പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയ ടൈം ഫ്രെയിമിൽ വരിക, അത് നിങ്ങൾക്ക് 5 മിനിറ്റ് വരാം, 1 മിനിറ്റ് വരാം, 3 മിനിറ്റ് വരാം. അപ്പോൾ ഏത് ടൈം ഫ്രെയിമിലാണ് ആ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന എൻട്രി ഉള്ളത്, ആ ടൈം ഫ്രെയിമിൽ നമുക്ക് എൻട്രി എടുക്കാം. പറഞ്ഞ് മനസ്സിലായോ? അതായത് 15 മിനിറ്റിൽ നമുക്ക് റിജക്ഷൻ കിട്ടി. സോ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം ഇതിൻ്റെ മുകളിലായിരിക്കും സ്റ്റോപ്പ് ലോസ് വരുന്നത്, അല്ലേ? ഇതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. സോ നമുക്ക് നേരെ നിങ്ങൾ 3 മിനിറ്റിൽ വരിക, 3 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് ആ എൻട്രി വന്നിട്ടില്ല എങ്കിൽ, അതായത് 3 മിനിറ്റ് ആ സമയത്ത് പോസിറ്റീവ് ആണെങ്കിൽ നോ ഇഷ്യൂ. 3 മിനിറ്റ് പോസിറ്റീവ് ആണെങ്കിൽ 3 മിനിറ്റ് പോസിറ്റീവ് എവിടം വരെ പോകും? വീണ്ടും പോയി ഈ 15 മിനിറ്റിൻ്റെ MTL നിന്ന് വീണ്ടും ബ്രേക്ക് ചെയ്ത് പോരുമല്ലോ. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള മാറ്റേഴ്സാണ്. ഞാൻ ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ കൂടെ കളഞ്ഞേക്കാം, കാരണം കുറേ ബോക്സസ് ആയി കണ്ടു കഴിയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മുടെ 15 മിനിറ്റിൻ്റെ റിജക്ഷൻ ഏരിയ എവിടെയാണ്? ഇവിടെയാണ്. ഓക്കെ, ഇതാണല്ലോ 15 മിനിറ്റിൻ്റെ റിജക്ഷൻ ഏരിയ. 3 മിനിറ്റ് പോസിറ്റീവ് ആയെന്ന് പറഞ്ഞ് 3 മിനിറ്റിൽ നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞാലും ഇത് കൗണ്ടറാണ്. എവിടം വരെ പോവും? ഈ ഏരിയ വരെ പോവും. വീണ്ടും ഇത് താഴേക്ക് തന്നെയായിരുന്നു പോരുന്നത്. സോ 3 മിനിറ്റ് ഇവിടെ പോസിറ്റീവ് ആയെന്ന് പറഞ്ഞ് നിങ്ങൾ ട്രെൻഡ് ചേഞ്ച് ആയെന്നൊന്നും പറഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല ഇവിടെ. ഓക്കെ, നമ്മൾ വീണ്ടും നമുക്ക് എൻട്രി ആണ് ആ സമയത്ത് ഐഡൻറ്റിഫൈ ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ചെറിയ ടൈം ഫ്രെയിമിൽ വരിക. ചെറിയ ടൈം ഫ്രെയിമിൻ്റെ എൻട്രിയിൽ കയറി കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ MTLൻ്റെ വിഡ്ത്ത് മാത്രമേ കാണത്തുള്ളൂ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിന്. ഓക്കെ, ഇവിടെ പ്രൈസ് ഓപ്പൺ ആയിരിക്കുന്നു നോക്കിയേ, മുകളിൽ അല്ലേ? 15 മിനിറ്റിൻ്റെ MTL സെയിം ഈ സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ നോർമലി എടുക്കുമ്പം അങ്ങനെ MTLൽ കണക്റ്റ് ആയി വരുന്ന ഡയറക്റ്റ് സെല്ല് ഒരു ക്യാനിലോ 2 ക്യാനിലോ ഒന്ന് നെഗറ്റീവായി കഴിയുമ്പം, 1 മിനിറ്റിനകത്ത് നെഗറ്റീവായി കഴിയുമ്പോൾ നേരിട്ട് ഇവിടെ തന്നെയും കയറും. കാര്യം ഇവിടെ നമുക്ക് ഓൾറെഡി 15 മിനിറ്റ് ഉണ്ട്. ഇതിന് മേളിൽ വേറൊരു കൺഫർമേഷൻ ആവശ്യമില്ലല്ലോ ശരിക്കും. ഇൻ കേസ് അതും വേണ്ട, നമ്മൾ വീണ്ടും 1 മിനിറ്റ് നെഗറ്റീവായിട്ട് കയറുന്നുള്ളെന്ന് ആണ് നമ്മളുടെ ഡിസിഷൻ എങ്കിൽ നോ ഇഷ്യൂ. അടുത്ത പുൾ ബാക്കിൽ ഈ MTL റേഞ്ച് കണ്ടോ, ഇതിനകത്തായിരിക്കണം എൻട്രി വരേണ്ടത്. സോ ഇതിന് മുകളിലേക്കായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. സോ ഇവിടെ നമ്മൾ എടുത്തു കഴിയുമ്പം നമുക്ക് ഈ ഒരു MTLൻ്റെ മുകളിലേക്ക് പ്രൈസ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇതൊക്കെ മാനുവലി എടുക്കേണ്ട എൻട്രിയാണ് കേട്ടോ. സോ നമുക്ക് ഒരു ഇതായിരിക്കും ടാർഗറ്റ് വരുന്നത് കേട്ടോ. അതായത് ഇതാണ് ആ സമയത്തെ സ്റ്റോപ്പ് ലോസ് ഓർഡർ. സോ അവിടം വരെ വന്നിട്ടില്ല, പ്രൈസ് വീണ്ടും മുകളിലേക്ക് തന്നെ പോയി വീണ്ടും അടുത്ത MTL റിജക്ഷൻ എടുത്തു. ഓക്കെ, അടുത്ത ഒരു മൂവ്മെൻറ്റ് നടത്തി. അതുപോലെ തന്നെ പ്രൈസ് വൺസ് സ്റ്റാർ ലൈൻ അകത്തേക്ക് കയറി സ്റ്റാർ ലൈൻ അകത്ത് വീണ്ടും പുൾ ബാക്ക് എടുക്കുവാണെങ്കിൽ സോ ആ സമയത്ത് നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ നേരെ പ്രൈസ് വീണ്ടും ഒരു ഡീപ്പ് പുൾ ബാക്ക് നടത്തി. അപ്പോഴും നമുക്ക് 15 മിനിറ്റ് ഇവിടെ ഉണ്ട്. സോ നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് വീണ്ടും 1 മിനിറ്റ് ഒരു പോസിറ്റീവ് കാണിച്ചു കഴിഞ്ഞാലൊന്നും വലിയ വിഷയമല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വീണ്ടും ഈ റേഞ്ചിൽ നിന്ന് 15 മിനിറ്റിനകത്തു നിന്ന് തന്നെ റിജക്ഷൻ വന്നു. ഇപ്പം നമ്മളിവിടെ ഇറങ്ങി നിർത്തി, ഈ റേഞ്ചിൽ നമ്മൾ ഇറങ്ങി. ഇവിടെ എടുത്ത ട്രേഡ് നമ്മൾ ഈ ക്യാൻഡിലോ അല്ലെങ്കിൽ ഇതിനകത്ത് പ്രൈസ് സസ്റ്റെയിൻ ചെയ്തപ്പോൾ നമ്മളങ്ങ് ഇറങ്ങി. ഓക്കെ, അടുത്ത എൻട്രി വീണ്ടും നിങ്ങൾക്ക് MTLനകത്തേക്ക് റിജക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സ്റ്റാർ ലൈനും MTLനും കൂടെ ഒരുമിച്ച് വരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അത് കുറച്ചുകൂടി നമുക്ക് പവർഫുൾ ഏരിയ ആണ്. അത് കഴിഞ്ഞ് ദേ ഒരു എൻട്രി സോൺ ഉണ്ട്, ഇവിടെ ഒരു എൻട്രി സോൺ വരുന്നുണ്ട്. ഇത് തന്നെയാണ് എല്ലാ ദിവസവും നമുക്ക് നടക്കുന്നത്. നിങ്ങൾ എടുത്ത് ചാടി ഒന്നും ചേർന്നാൽ മതി, നമുക്ക് കറക്റ്റായിട്ട് എൻട്രി കിട്ടും. നമുക്ക് ആവശ്യമുള്ളൊരു പോയിന്റ് എല്ലാ ദിവസവും ഈ സംഭവം തരും. ഓക്കെ, പിന്നെ നമുക്ക് ഈ എൻട്രി ക്യാൻഡിൽ, അതായത് ബ്ലൂ ക്യാൻഡിൽ വരുന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതെന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, അത് ഞാനൊന്ന് പറയാം ഒന്നുകൂടെ. ഈ മുകളിലത്തെ MTL കണ്ടോ, ഈ MTLൻ്റെ ഡയറക്ഷനിൽ വരുന്ന എൻട്രി. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് ഈ MTL താഴേക്ക് നമുക്ക് ബ്രേക്ക് ചെയ്തു, ഈ ഒരു മേജർ ട്രെൻഡ് ചേഞ്ച് ആയി. അതായത് ഇങ്ങോട്ട് മുകളിലേക്ക് നീങ്ങുന്ന ഈ ബുള്ളിഷ് ട്രെൻഡ് ഇവിടെ കൊണ്ട് ബ്രേക്കായി അല്ലേ. സോ നമ്മൾ ഒരു ബാലൻസ്ഡ് എൻട്രി മോഡാണ് ഇടുന്നതെങ്കിൽ ഈ ക്യാൻഡിൽ കണ്ടോ, ഈ ക്യാൻഡിലയിൽ നോർമലി ഒരു എൻട്രി കാണിക്കും അല്ലെങ്കിൽ ബ്ലൂ ക്യാൻഡിൽ കാണിക്കും. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ രീതിയിൽ MTLനെ ഡ്രാസ്റ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിൽസിനെ നമ്മൾ എൻട്രിക്ക് വേണ്ടി കൺസിഡർ ചെയ്യരുത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ വീണ്ടും ഒരു പുൾ ബാക്ക് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു SL റേഞ്ച് കിട്ടത്തില്ല. അതാണ് അതിൻ്റെ റീസൺ. സോ അങ്ങനെയുള്ള ട്രേഡ്സ്, അങ്ങനെയുള്ള ബ്രേക്ക് നടക്കുന്ന സമയത്ത് നിങ്ങൾ മാറി നിന്നേക്കുക, വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ട്രേഡ് നോക്കുക. പിന്നെ അപ്പം ആ ബാലൻസ്ഡ് എൻട്രി എവിടെയാണ് വരുന്നത്? ഇവിടെ വരും. ഓക്കെ, അതേസമയം നിങ്ങൾക്ക് ഫാസ്റ്റ് എൻട്രി എവിടെയാണ് വരുന്നത്? ഫാസ്റ്റ് എൻട്രി എപ്പോഴും
മിഡിൽ എം ടി എല്ലിൻ്റെ കളർ ചേഞ്ച് ആകുന്നതനുസരിച്ചാണ് ഫാസ്റ്റ് എൻട്രി വരുന്നത്. അതുപോലെ തന്നെ സ്കാൽപ്പിംഗ് എൻട്രി ഇടുമ്പോൾ എന്താണ്, സ്റ്റാർ ലൈൻ അനുസരിച്ചാണ് എൻട്രി വരുന്നത്. സ്റ്റാർ ലൈനിൻ്റെ ചേഞ്ചസ് അനുസരിച്ചാണ് എൻട്രി വരുന്നത്. നമ്മൾ എന്തിനാണ് ഈ എൻട്രി മോഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മാർക്കറ്റിൽ കൂടുതൽ അനലൈസ് ചെയ്യാതെ, അതായത് കൂടുതൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, പാരലൈസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ് അത്. ഓക്കെ, ഒന്നും നടക്കത്തില്ല. നിങ്ങൾക്ക് എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ബൈ ചെയ്യാൻ നേരത്ത് അവിടെ സെല്ലിൻ്റെ റീസൺ കണ്ടുപിടിക്കും. ഒരു സെൽ എൻട്രി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബൈയുടെ റീസൺ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. സപ്പോർട്ട്, റെസിസ്റ്റൻസ്, അത് ഇതെല്ലാം കണ്ടുപിടിക്കും. അതാണ് ഈ അനലൈസിസ് പാരലൈസിസ് എന്ന് പറഞ്ഞ സംഭവം. അതില്ലാതെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം ബേസ്ഡ് ആയിട്ട് മാത്രം ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് ആ എൻട്രി മോഡ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ മാനുവലി എൻട്രി എടുക്കുന്ന രീതിയിൽ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ റീസൺ മനസ്സിലാകണം. ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മെയിൻ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 30 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈനെ യൂസ് ചെയ്യാന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ 30 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു 30 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈന് താഴെ പ്രൈസ് വന്നു. ദെൻ ഇവിടെയാണ് പ്രൈസ് മുകളിൽ കയറിയിരിക്കുന്നത്. ദെൻ ഇവിടെ ഒരു ഇതുണ്ടോ, റിജക്ഷൻ വന്നു. ഇതൊരു 30 മിനിറ്റ് സ്റ്റാർ ലൈൻ റിജക്ഷൻ എന്ന് പറയുന്ന ഒരു എൻട്രി പോയിന്റ് തന്നെയാണ്. ബട്ട് ഇതൊക്കെ നിങ്ങൾ ടൂളിനെ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് ഇപ്പോൾ 30 മിനിറ്റിനകത്ത് ഒരു പ്രൈസ് റിജക്ഷൻ നടക്കുന്നുണ്ട് സ്റ്റാർ ലൈനിൽ എങ്കിൽ നമ്മളവിടെ ബൈ പോകാതെ വീണ്ടും അവിടെ നിന്ന് സെല്ലിനുള്ള സംഭവങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഈ സ്റ്റാർ ലൈൻ റിജക്ഷൻ പ്രോപ്പറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈസ് ആക്ഷൻ്റെ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ഓക്കെ, ഇങ്ങനെ പോകുന്നു. സോ ഇതിൻ്റെ ആവറേജ് ലൈൻ നോർമലി കാണുമല്ലോ ഇതിലെ, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ഇതിൽ ഉണ്ടെന്ന് വെച്ചു ഇങ്ങനെ. ഓക്കെ, അപ്പം പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് ബ്രേക്ക് ആവുന്നു, അതായത് ഒരു ഹൈനെ കട്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഒരു BS ആണ്, അല്ലെങ്കിൽ കണ്ടിന്യൂവേഷൻ BOS എന്ന് പറയാം. അവിടെ നിന്ന് നേരെ മാർക്കറ്റ് ഷിഫ്റ്റ് തരുന്നു, MS വെച്ചു, അല്ലെങ്കിൽ ചോച്ച് തന്നു. അടുത്ത റിജക്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ ഓർഡർ ബ്ലോക്ക് ആയിരിക്കുമല്ലോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയല്ലോ, ട്രെൻഡ് ലൈൻ ബ്രേക്കായി, താഴേക്കുള്ള MS വന്നു, മുകളിൽ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. സോ അടുത്ത ട്രെൻഡ് ലൈൻ നമുക്ക് എങ്ങനെ വരും, ഇവിടെ നിന്ന് ഇങ്ങനെ വരും, അല്ലെങ്കിൽ അടുത്ത ആവറേജ് ലൈൻ മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും വരുന്നത്. സോ നമുക്ക് അതാണ്, ആ റിജക്ഷനാണ് സ്റ്റാർ ലൈനായിട്ട് നമുക്ക് വീണ്ടും കിട്ടുന്നത് 30 മിനിറ്റിലൊക്കെ, അല്ലെങ്കിൽ എല്ലാ ടൈം ഫ്രെയിമിലും. ബട്ട് 30 മിനിറ്റിലാകുമ്പോൾ കുറച്ചുകൂടെ പവർഫുൾ, 15 മിനിറ്റിലാകുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നമ്മൾ പ്രൈസിനെ ഡയറക്റ്റായിട്ട് നേക്കഡ് ഐ കൊണ്ട് നോക്കുന്ന ആ സെയിം കൺസെപ്റ്റ് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വിഷ്വലി ഇവിടെ നമുക്ക് കാണിച്ചു തരുവാണ് സംഭവം. ഓക്കെ, പിന്നെ കുറേ ആൾക്കാരുടെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നോർമലി ഓപ്ഷനകത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഡെൽറ്റ എന്ന് പറഞ്ഞൊരു സംഭവം ഓപ്ഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മളൊരു ഓപ്ഷൻ ബയ്യർ ആകുമ്പോൾ അത് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം നമ്മൾ അറ്റ് ദ മണിയാണ് എടുക്കുന്നത്. അറ്റ് ദ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു MTL നമുക്കിവിടെ എൻട്രി കിട്ടി. അപ്പം നമ്മളിവിടെ ഒരു P ആണ് പൊക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരു P ആണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചോ. ഓക്കെ, ഇവിടെ ഒരു P, അതായത് 24,875 അല്ലേ, 800-ൻ്റെ അല്ലെങ്കിൽ 24,900-ൻ്റെ P, അതാണല്ലോ അറ്റ് ദ മണി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡെൽറ്റ നോർമലി 0.5 ഒക്കെ ആയിരിക്കും. അതായത് നിഫ്റ്റി ഇവിടെ നിന്ന് സ്പോട്ടിൻ്റെ ചാർട്ട് 10 പോയിന്റ് താഴേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 പോയിന്റ് ആയിരിക്കും എവിടെ കിട്ടുന്നത്, ഓപ്ഷനിൽ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ 0.5 ആയിരിക്കും അതിൻ്റെ ഡെൽറ്റ വരുന്നത്. നോർമലി അറ്റ് ദ മണിക്കെല്ലാം അങ്ങനെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഡീപ്പ് ഇൻ ദ മണി, അല്ലെങ്കിൽ കുറച്ച് ഇൻ ദ മണി എടുക്കണം. അതായത് നിങ്ങൾ ഇവിടെയാണ് പ്രൈസ് ഓപ്പൺ ആയിരിക്കുന്നത്, പക്ഷേ നമ്മൾ ഈ റേഞ്ചിലുള്ളൊരു ഓപ്ഷനെയാണ് ബൈ ചെയ്യുന്നത്. അതായത് 25,000-ൻ്റെ നമ്മളൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി 0.7 ആയിരിക്കും. ITM എന്ന് പറയുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ ഈ 0.7 കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നിന്ന് ഇതൊരു 10 പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സ്പോട്ട് ചാർട്ട് ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ട് 10 പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം 7 പോയിന്റ് മൂവ് ചെയ്യും. അതായത് ഇവിടുത്തെ പുട്ട് ഓപ്ഷൻ 7 പോയിന്റ് മൂവ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പം ഔട്ട് ഓഫ് ദ മണിയാണ് എടുക്കുന്നത്. അതായത് ഇവിടെ 24,800 സംതിങ് ആണ് നിൽക്കുന്നത്, പക്ഷെ നമ്മൾ ഈ റേഞ്ചിലായിരിക്കും, ഈ റേഞ്ചിൽ P ആണ് എടുക്കുന്നതെന്ന് വെച്ചോ. ഇവിടുത്തെ P എത്രയായിരിക്കും വരുന്നത്, 24,800-ൻ്റെ P ആണ് എടുക്കുന്നത്. അപ്പം ആ ഒരു Pക്ക് മേ ബി 0.3 ആയിരിക്കും അതിൻ്റെ ഡെൽറ്റ. അതായത് ഔട്ട് ഓഫ് ദ മണി ആകും തോറും അതിൻ്റെ ഡെൽറ്റ കുറയും. ഔട്ട് ഓഫ് ദ മണി ആകും തോറും നമ്മളുടെ ഓപ്ഷൻ്റെ ഡെൽറ്റ കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇവിടെ ഇപ്പം
ഇവിടുത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ സാധനം 10 പോയിന്റ് വന്നു കഴിയുമ്പം നമുക്ക് ഇവിടെ 3 രൂപയുള്ളൂ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇവിടെ ITM നമുക്ക് 7 രൂപ കിട്ടി, ATM നമുക്ക് 0.5 കിട്ടി, ഇവിടെ നമുക്ക് 3 രൂപയാണ് കിട്ടുന്നത്. അതായത് ദൂരം കൂടുന്നുള്ളൂ, നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ്റെ പ്രൈസ് കുറയും തോറും അതിൻ്റെ ഡെൽറ്റ വാല്യൂവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ എടുക്കുന്ന പ്രൈസ് കൂടുന്തോറും, അതായത് ഇപ്പോൾ ഒരു 800 900 രൂപയുടെയൊക്കെ സ്ട്രൈക്ക് നമ്മൾ എടുക്കുമല്ലോ ബാങ്ക് നിഫ്റ്റിയിൽ, അപ്പോൾ അതിൻ്റെയൊക്കെ ഇത് നോർമലി കൂടുതലായിരിക്കും എപ്പോഴും. നിങ്ങൾ എടുക്കുന്ന ഓപ്ഷൻ്റെ സ്ട്രൈക്ക്, അതിൻ്റെ ഡെൽറ്റ വാല്യൂ, ഇതെല്ലാം നിങ്ങൾക്ക് സെറോദയിലും ധന്നിലും എല്ലാ ആപ്പിലും അവൈലബിൾ ആണെന്നാണ് തോന്നുന്നത്. നമ്മൾ ഓപ്ഷൻ ചെയിൻ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഡെൽറ്റ വാല്യൂ കാണിക്കും. BTCയിൽ ഇന്നലെ എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് 4 hours ബ്ലൂ ക്യാൻഡിൽ വരുമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ബ്ലൂ ക്യാൻഡിലുണ്ട്, ഇതിന് മുമ്പ് നമുക്ക് ഇവിടെയാണ് വന്നിരിക്കുന്നത് അല്ലേ. ബ്ലൂ ക്യാൻഡിൽ വരുമല്ലോ, അത് ഏത് ഡയറക്ഷനിലേക്കാണ് എടുക്കേണ്ടതെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ സിമ്പിളാണ്. ഇത് 4 hourൻ്റെ നമുക്ക് ഫാസ്റ്റ് എൻട്രിയിൽ വന്ന ബ്ലൂ ക്യാൻഡിലാണ്. അപ്പോൾ ഫാസ്റ്റ് എൻട്രി വരുമ്പോൾ എന്താണ് അതിനർത്ഥം? മിഡിൽ എം ടി എൽ നെഗറ്റീവായി ഇവിടെ. സോ നമ്മൾ നെഗറ്റീവ് സൈഡിലേക്കാണ് നിൽക്കേണ്ടത് അല്ലേ. ഇവിടെ സെയിം ഇതുണ്ടോ, ഇവിടെ ഒരു സെൽ എൻട്രി വന്നു, ബട്ട് MTL നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് സപ്പോർട്ട് എടുക്കുമായിരുന്നു. അപ്പം ഈ എൻട്രി, ഈ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ MTL നെഗറ്റീവാണ് അല്ലേ, സോ സെല്ലാണ്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ MTL പോസിറ്റീവാണ്, അല്ലെങ്കിൽ മൈനർ MTL പോസിറ്റീവാണ്. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഇന്നലത്തെ നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ്ടും പ്രൈസ് മുകളിലേക്ക് കയറി ചെന്നാൽ MTL അല്ലെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന്, സ്റ്റാർ ലൈൻ്റെ റേഞ്ചിൽ നിന്ന് വീണ്ടും റിജക്ഷൻ എടുക്കുമെന്ന് അല്ലേ. എക്സാക്ട്ലി നോക്കി, നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്ത സമയത്ത് പ്രൈസ് ഇവിടെ നിൽക്കുകയായിരുന്നു, ഈ റേഞ്ചിൽ പ്രൈസ് നിന്നെ നേരെ കയറി ചെന്ന് MTL നിന്ന് വീണ്ടും റിജക്ഷൻ എടുത്തു. ഓക്കെ, ഇത് നമുക്ക് ഓൾറെഡി എൻട്രി വന്ന് കിടക്കുന്നതാണ്. ഇതിനകത്ത് രണ്ടാമത് MTL വരുമ്പോൾ വീണ്ടും എൻട്രി പോകും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്? വീണ്ടും ഈ 15 മിനിറ്റിൻ്റെ MTL നമ്മൾ കണക്ട് ചെയ്തെടുക്കുമ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് സ്റ്റോപ്പ് ലോസ് റേഞ്ച് വരുന്നുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇതുണ്ട്, ഇവിടെ നമുക്ക് വീണ്ടും ഒരു ബൈ വന്നതിന് റീസൺ എന്താണ്? ഈ ഒരു മിഡിൽ MTL പോസിറ്റീവായി. നമ്മൾ ബൈ പോകുന്നില്ല, കാരണം നമ്മളിവിടെ ഓൾറെഡി സെല്ല് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുവാണല്ലോ. ഇവിടെ നോക്കിയേ, ഒരു വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് ഈ ബ്ലൂ ക്യാൻഡിൽ, ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ. സോ വെയിറ്റ് ചെയ്യാം, ഇതിനകത്ത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഇതിന് മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ് വരും, അത്രേ ഉള്ളൂ. ഇതെവിടെ റിവേഴ്സിലായിരിക്കുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ 30 മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ 30 മിനിറ്റിൻ്റെ MTL നിന്നാണ് അത് പോന്നിരിക്കുന്നത്. സോ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, പുൾ ബാക്കുകൾ എടുക്കുമ്പോൾ, അതായത് ഒരു ഡീപ്പ് പുൾ ബാക്ക് എടുക്കുന്ന സമയത്ത് അത് എവിടം വരെ പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അതിന് നിങ്ങൾക്ക് ടൈം ഫ്രെയിം ടു ടൈം ഫ്രെയിം ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 15 മിനിറ്റിനകത്തേക്ക് തന്നെ നിങ്ങൾക്ക് 30 മിനിറ്റിനെ കോൾ ചെയ്യാൻ പറ്റുമല്ലോ. ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അതായത് നിങ്ങൾക്ക് 30 മിനിറ്റിൻ്റെ MTLൻ്റെ ലെവൽ മാത്രം മതിയെങ്കിൽ അത് ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു MTL ലൈൻ ഇവിടെ നമുക്ക് വന്ന് കിടക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നിന്നുള്ളൊരു ഫോളിൽ നമ്മൾ നിന്നു. ഓക്കെ, അടുത്ത പുൾ ബാക്കാണ്. ഈ പുൾ ബാക്കിൽ നമുക്ക് ഇവിടെ നിന്ന് എവിടം വരെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും അല്ലേ. ഇവിടം വരെ പോയിട്ട് വീണ്ടും തിരിയും എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. ഇതുണ്ട് 30 മിനിറ്റ് MTL വന്നിരിക്കുന്നുണ്ടോ. അപ്പം ഇവിടം വരെ നമുക്ക് പോകാൻ ചാൻസ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. വീണ്ടും ഇവിടെ ഈ 15 മിനിറ്റിനകത്ത് തന്നെ ഈ എൻട്രി വരുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ 5 മിനിറ്റിലോ 3 മിനിറ്റിലോ പോയിട്ട് ഈ എൻട്രീനെ തന്നെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ? 30 മിനിറ്റിൽ റിജക്ഷൻ എടുത്തേക്കാന്നുള്ളൊരു പോസിബിലിറ്റി ഇവിടെ ഉണ്ടല്ലോ. സോ നമ്മൾ വീണ്ടും 5 മിനിറ്റ് വന്ന് നോക്കുക, അല്ലെങ്കിൽ 3 മിനിറ്റ് വന്ന് നോക്കുവാണെങ്കിൽ ആ സെയിം എൻട്രി തന്നെ നമുക്ക് കുറച്ചുകൂടെ മുമ്പ് ഇവിടെ വല്ല കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ട്രെൻഡിനെ കണക്ട് ചെയ്ത് ട്രേഡ് ചെയ്യേണ്ടത്. ഇത് കണ്ടോ, അപ്പോൾ നമുക്കിത് ഇവിടെ സെൽ എൻട്രി കിട്ടി അല്ലേ, ഇവിടെ നമുക്ക് സെൽ എൻട്രി കിട്ടി. ഈ ഒരു MTL സോണ്, അതായത് ഈ ഒരു MTL സോണ് ആ സമയത്ത് ഇവിടെയായിരുന്നു. 30 മിനിറ്റിൻ്റെ ഞാൻ കാണിച്ചു തന്ന 30 മിനിറ്റിൻ്റെ ലൈൻ ഇവിടെയായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ ഒരു എൻട്രി കിട്ടി, നേരെ ആ എൻട്രിയിൽ നമുക്ക് കയറാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റിലാണെങ്കിൽ നോക്കാം. ഇതെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതല്ല നിങ്ങൾക്ക് 15 മിനിറ്റ് തന്നെ മതിയെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള സെല്ല് വേണ്ട, വീണ്ടും 15 മിനിറ്റ് വന്നു കഴിഞ്ഞ് 15 മിനിറ്റിനകത്ത് ഒരു പ്രോപ്പർ എൻട്രി വന്നിട്ടുള്ള എടുക്കത്തുള്ളൂ എന്ന് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഒരു ട്രെൻഡിനെ നിങ്ങൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് റൈഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ
പിന്നെ നിങ്ങൾക്ക് തന്നെ അത് ഒരു കുറച്ചുകൂടി ഈസി ആയിട്ട് മാറും. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇപ്പോൾ 15 മിനിറ്റിന് ഇങ്ങനെ ഈ ഒരു കണ്ടീഷനാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാലും 30 മിനിറ്റ് വരെ ഒരു പോകാനൊരു ചാൻസ് ഉണ്ട്. സോ അവിടെ ചെല്ലട്ടെ. അവിടെ ചെന്ന് കഴിയുമ്പോൾ 15 മിനിറ്റിൽ നെഗറ്റീവ് ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ 3 മിനിറ്റിലോ 5 മിനിറ്റിലോ കയറിയിട്ട് ആ ട്രെൻഡിനെ താഴേക്ക് കൊണ്ടുപോരാം എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടണം. പറഞ്ഞ് മനസ്സിലായോ? ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ലാസ്റ്റ് ഒരു 3-4 ദിവസമായിട്ട് ഭയങ്കര അൺസർട്ടനിറ്റിയാണ് അല്ലേ. അതായത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ ഇത് കണ്ടോ, ഇതൊരു ട്രെൻഡി മാർക്കറ്റ് ആയിരുന്നു. ഈ ഒരു ദിവസം കംപ്ലീറ്റ് ചോപ്പിയാണ്. ഈ ഒരു ദിവസം ഒരു സെല്ലും നടന്നു, ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ബൈയും നടന്നു. ഇന്നലത്തെ ദിവസം കംപ്ലീറ്റ് വീണ്ടും ചോപ്പിയാണ്. അപ്പോൾ 3 ദിവസം വളരെ പ്രശ്നമാണ് ബാങ്ക് നിഫ്റ്റിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ സെയിം രീതിയിൽ തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു സപ്ലൈ സോൺ ഐഡൻറ്റിഫൈ ആകും. ആ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ നമ്മളുടെ OB ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഇവിടെ നമുക്കൊരു സപ്പോർട്ടും ഉണ്ട്. ഓക്കെ, അപ്പം അതിനകത്താണ് പ്രൈസ് നിൽക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഒരു ബയാസ് സെറ്റ് ചെയ്യണമല്ലോ, മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ഇപ്പം ഇവിടെ ഓപ്പൺ ആയി കഴിയുമ്പോൾ നോർമൽ കേസിൽ എന്താണ്, ഇവിടെ ഓപ്പൺ ആയി കഴിയുമ്പം ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് നമുക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു റേഞ്ചിലേക്കുള്ളൊരു നോർമലി എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം അതിനകത്ത് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നൊരു സാധനം വീണ്ടും വരും. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ട്രേഡ് നടക്കുമ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ദിശയിൽ ട്രേഡ് നടക്കുന്നത് വളരെ റെയറാണ്. അപ്പം നമ്മൾ ബാങ്ക് നിഫ്റ്റിനെ മുകളിലേക്കുള്ള ഒരു ട്രൈ ആണെന്ന് ചെയ്യുന്നതെങ്കിൽ ആ സമയം നിഫ്റ്റിയിൽ 15 മിനിറ്റിൽ റിജക്ഷൻ എടുത്ത് നേരെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. സോ ഉറപ്പായിട്ടും ആ ഒരു കോറിലേഷൻ്റെ റിസൾട്ട് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ കോറിലേഷനും ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാക്കിയേക്കണം. അതായത് രണ്ടും ഒരേ ദിശയിലാണെങ്കിൽ എപ്പോഴും നമുക്ക് ആ ഒരു ദിശയിലേക്കുള്ള ട്രേഡ് ആയിരിക്കും എപ്പോഴും നന്നായിട്ട് വരുന്നത്. അതായത് രണ്ട് ഡയറക്ഷനാണെങ്കിൽ നിങ്ങൾ മാക്സിമം ട്രേഡ് എടുക്കാൻ പോയിരിക്കുക. കാരണം ബാങ്ക് നിഫ്റ്റി ഒരു മുകളിലേക്കുള്ള ഒരു പ്രൈസ് ആക്ഷനാണ് അല്ലെങ്കിൽ പ്രൈസ് ബിഹേവിയറാണ് കാണിക്കുന്നതെങ്കിൽ നിഫ്റ്റി ആ സമയത്ത് ഇടിയുവാണെങ്കിൽ നോർമലി ബാങ്ക് നിഫ്റ്റിക്ക് ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസി ഫേസ് ചെയ്ത് ബാങ്ക് നിഫ്റ്റിയും താഴോട്ട് വരും. താഴോട്ട് വന്നു കഴിയുമ്പോൾ വീണ്ടും ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ടായിരിക്കും, അത് വീണ്ടും റിജക്ഷൻ എടുക്കും. ആ സമയം കൊണ്ട് നിഫ്റ്റി ചെറുതായിട്ടൊന്ന് കയറും, വീണ്ടും ഇത് താഴോട്ട് വരും, വീണ്ടും ബാങ്ക് നിഫ്റ്റി താഴേക്ക് വരും. അതായത് ഒരു ചോപ്പിനെസ് അവിടെ അനുഭവപ്പെടും. സോ രണ്ടും ഒരേ ദിശയിലേക്കാണെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പിന്നെന്താണ്, പിന്നെ നമ്മൾ BTC അതുപോലെ തന്നെ ഗോൾഡ്, ഫോറക്സ്, ഇത് മൂന്നിലേക്ക് കൂടി നമ്മൾ ഇറങ്ങുവാണ്. അതായത് നമ്മൾ അതുകൂടെ BTC ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഗോൾഡ് ഫോറക്സിൽ കൂടെയും എൻ്റർ ആവുകയാണ്. നെക്സ്റ്റ് മൺഡേ മുതൽ അതിനകത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ടെലഗ്രാം ചാനൽസ് റെഡിയാക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ടെലഗ്രാം ചാനലിൽ നമുക്ക് ഈ ബ്ലൂ ക്യാൻഡിൽസിൻ്റെയും അല്ലെങ്കിൽ എൻട്രി ക്യാൻഡിൽസിൻ്റെ ഇൻഫർമേഷൻസ് വരും. അതാണ് മെയിൻ കൺസെപ്റ്റ്. ഇപ്പോൾ ഇവിടെ ഒരു ബ്ലൂ ക്യാൻഡിൽ ഫോമായി. അപ്പോൾ ഈ ക്യാൻഡിൽ ഫോം ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ടെലഗ്രാം ചാനലിലേക്ക് ഇൻഫർമേഷൻ വരും. 4 ഹവേഴ്സിൻ്റെ ചാർട്ടിൽ ഫാസ്റ്റ് എൻട്രി അനുസരിച്ച് ഇത്ര മണിക്ക് ബ്ലൂ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും 4 ഹവേഴ്സിൽ സെല്ലാണോ ബൈ ആണോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ സെൽ സൈഡിലേക്കുള്ള ബ്ലൂ ക്യാൻഡിൽ ജനറേറ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവും. സോ അത് കഴിയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നോർമലി 15 ഇത് 4 ഹവറിലെ 15 മിനിറ്റിൻ്റെ സെയിം സെൽ ഏരിയ വരുമ്പോൾ നമ്മൾ സെല്ലെടുക്കും. ഓക്കെ, ഇവിടെ നിന്ന് നേരെ പ്രൈസ് കയറിപ്പോയി റിജക്ഷൻ എടുക്കുന്ന സ്ഥലം ഇവിടെ വന്നു. ഗോൾഡിൽ നേരെ ഒരു ഫോള് ആണോ, ഇനി ഇവിടെ നിന്ന് പ്രൈസ് തിരിച്ച് കയറാൻ ട്രൈ ചെയ്യുവാണ്. ഓക്കെ, ട്രൈ ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ സംഭവം തിരിഞ്ഞു അല്ലേ, ഇവിടെ സംഭവം തിരിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ട്രേഡ് കഴിഞ്ഞു. എവിടെ കൊണ്ട് കഴിഞ്ഞു, ഈ റേഞ്ചിൽ നമ്മൾ നിർത്തി. ഇനി ഇവിടെ നിന്ന് പ്രൈസ് മുകളിലോട്ട് പൊക്കോട്ടെ, കുഴപ്പമില്ല. ഇതെന്താണ്, പുൾ ബാക്ക് ആണ്. ഇത് പുൾ ബാക്ക് പോയി കഴിയുമ്പോൾ വീണ്ടും ദേ ഇവിടെ വരും. അതായത് ഈ ഏരിയയിൽ വീണ്ടും റിജക്ഷൻ സോൺ ആണ്. അതായത് ഇവിടെ ഇതേ ഓർഡർ ബ്ലോക്ക് കിടപ്പുണ്ട്. അപ്പം പ്രൈസ് ഇവിടുന്ന് വീണ്ടും തിരിയും അല്ലേ, തിരിയുമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഞാൻ ഈ ഒരു സംഭവത്തിൻ്റെ എടുത്ത് കളയട്ടെ, 30 മിനിറ്റിൻ്റെ MTL സോൺ. ഓക്കെ, അപ്പോൾ ഇത് മുകളിലേക്ക് പോയിട്ട് വീണ്ടും തിരിയുമ്പം നമുക്ക് ഇവിടെ ഈ റേഞ്ചിൽ ഇതുകൊണ്ട് ഈ സ്റ്റാർ ലൈനിങ് ഞാൻ കൊണ്ട് വെച്ച്, അപ്പോൾ ഈ റേഞ്ചിൽ വരും. ഇവിടം വരെ ഈ മൂവ്മെൻറ്റ് നടക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ട്രെൻഡ് ചേഞ്ച് ആകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും സെല്ലിൻ്റെ ഇൻഫർമേഷൻ തരുമ്പോൾ വീണ്ടും നമ്മൾ കയറും. അല്ലെങ്കിൽ ഇതിന് താഴെ എവിടെയെങ്കിലും ഈ റേഞ്ചിൽ എവിടെയെങ്കിലും വരുമ്പോൾ വീണ്ടും കയറും. അപ്പോൾ ആ ഇൻഫർമേഷനും, അതായത് ഇതിൽ ബ്ലൂ ക്യാൻഡിൽ വരുന്ന ഇൻഫർമേഷനും ആ ഗ്രൂപ്പിൽ വരും. അപ്പോൾ നമ്മൾ ഈ ചാർട്ടിൽ വന്ന് നോക്കേണ്ട കാര്യമില്ല.
നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് തന്നെ ആ സംഭവങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഗോൾഡിൻ്റെയും ചാർട്ട് എല്ലാത്തിൻ്റെയും ചാർട്ട് സെയിം ആണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ മതി. ഈ ട്രെൻഡ് എന്ന് പറയുന്ന സംഭവം എല്ലായിടത്തും ഒന്നല്ലേ? ആണല്ലോ. എനിക്ക് തോന്നുന്നത് ഗോൾഡിലും ഫോറക്സിലൊക്കെ കുറച്ചുകൂടെ സ്റ്റേബിൾ ആണ്. നല്ല രീതിയിൽ നമുക്ക് സംഭവം ഐഡൻറ്റിഫൈ ചെയ്ത് പോകാൻ പറ്റും. ഇന്ത്യൻ മാർക്കറ്റ് മൊത്തത്തിൽ കുറച്ച് കണ്ണിങ് ആണല്ലോ. അതായത് ഈ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഭയങ്കര അൺസർട്ടനിറ്റി ഒക്കെ അതിനകത്തുണ്ടല്ലോ. ഓക്കെ, ഇനി എന്താണ് ഫോറക്സിലൂടെ നോക്കാം നമുക്ക്. ഓക്കെ, ഇത് എന്താണ് യൂറോ USDയുടെ ചാർട്ടാണ്. ഓക്കെ, ഇന്നലെ എന്നോട് ആരോ ചോദിച്ചിരുന്നു ഇവിടെ നിന്ന് ഇന്നലെ വലിയ സെല്ല് സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ എന്ന് ചോദിച്ചു. ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതനുസരിച്ച് നമുക്ക് നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുണ്ട്. ഇതെല്ലാം എൻട്രി പോയിന്റാണ്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഇവിടെ ഇതുണ്ട്. ഇവിടെ ബ്ലൂ ക്യാൻഡിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് ഒരു നല്ല സെല്ല് നടന്നിട്ടുമുണ്ട് അല്ലേ? ഈ സെല്ല് നമുക്കിതിന് മുമ്പ് പിടിക്കാൻ പറ്റും. ആ ഇൻഫർമേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ വരുന്ന രീതിയിലായിരുന്നു ഞാൻ സെറ്റ് ചെയ്യുന്നത്. അതായത് ഇത് ഒരു ബ്ലൂ ക്യാൻഡിലാണ്. ഇപ്പം നിങ്ങൾക്ക് തോന്നത്തില്ല, അതിനെ ഞാൻ ബ്ലൂ ക്യാൻഡിലാക്കി കാണിക്കാം. ഇതുണ്ട്. ഫാസ്റ്റ് എൻട്രിയിൽ നിന്ന് മാറ്റിയിട്ട് സ്വിങ്ങോ അല്ലെങ്കിൽ സ്കാൽപ്പിങ്ങോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ ക്യാൻഡിൽ നമുക്ക് ബ്ലൂ ക്യാൻഡിലായിട്ട് കിട്ടും. സോ അത് എൻട്രി ക്യാൻഡിലാണ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഈ ഇൻഫർമേഷനും വരും. അതായത് ഫാസ്റ്റ് എൻട്രിയിലാണോ ആയിരിക്കുന്നത് എന്നുള്ള കാര്യം വരും. അതുപോലെ തന്നെ നമ്മളുടെ സ്കാൽപ്പിംഗ് എൻട്രിയിലാണോ ആയിരിക്കുന്നത് എന്നുള്ള കാര്യം വരും. ഇതെല്ലാം നമുക്ക് കണക്ട് ചെയ്തിട്ട് പിന്നെ നമുക്കൊരു റിസൾട്ട് എടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ സ്കാൽപ്പിങ്ങിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു സ്വിങ് എൻട്രി, ഇത് രണ്ട് സ്വിങ്ങും സ്കാൽപ്പിങ്ങും സെയിം ആണ് ഫോർവേഡിൽ കാണിക്കുന്നത് എൻട്രിയിൽ. ഓക്കെ, സോ ഈ എൻട്രി ഇതിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ കെയർഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും എവിടെയാണ് പ്രൈസ് നിൽക്കുന്നത്. ഇതുണ്ട്, ഈ റേഞ്ച് കണ്ടോ? ഇത് വന്നു കഴിയുമ്പോൾ വന്ന ഫസ്റ്റ് പുൾ ബാക്ക് ചെയ്ത്, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ സെൽ ഇനീഷ്യേറ്റ് ചെയ്യാം അല്ലേ? അതും കഴിഞ്ഞിട്ടാണ് ഇവിടെയാണ് നമുക്ക് ബാലൻസ്ഡ് എൻട്രിയിൽ നമുക്ക് മാറുന്നത്. അതും കൂടെ വന്നു കഴിയുമ്പോൾ വീണ്ടും കൺഫർമേഷൻ ആയില്ലേ? വീണ്ടും തിരിച്ച് കയറി പോരുമ്പോൾ ഇവിടുന്ന് ഈ MTLലുള്ള റിജക്ഷനോ അല്ലെങ്കിൽ സ്റ്റാർ ലൈനിലുള്ള റിജക്ഷനോ ഏതിൽ വേണമെങ്കിലും നമുക്ക് സെല്ല് ചെയ്ത് പോരാം അല്ലേ? അപ്പം നിങ്ങൾ ഇതിനൊന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ടൂള് വാങ്ങിക്കുന്നവർ ഒരിക്കലും എടുത്ത് ചാടിയിട്ട് ഇതിനകത്ത് ഒന്നും ചെയ്യാതിരിക്കുക. കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കിയേ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. തിങ്കളാഴ്ച മുതൽ നമ്മൾ എല്ലാത്തിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണ്. നമ്മുടെ എല്ലാ ഇൻട്രീം എക്സിറ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഞാൻ ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ ദെൻ ഒരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.